ഇപ്പൊ നമുക്ക് ആപ്പുകൾ ത്രൂ ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ കമ്മീഷൻ എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് ഒഴിവാകും. സോ അത് നമുക്ക് ഗെയിൻ ആണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് കൂടുതൽ ഏർണിങ്സ് കിട്ടും എന്ന് ഉറപ്പുള്ളപ്പം വൈ ഷുഡ് വി ചൂസ് യു ഗൈസ്? നിങ്ങൾ ഓൺലൈനിൽ ചെയ്തു, ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ബാങ്ക് ചേഞ്ച് ചെയ്യണം, നോമിനെ ചേഞ്ച് ചെയ്യണം, നോമിനി ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ എടുത്തയാൾ മരിച്ചുപോയി, ഈ ഓൺലൈൻ വരുമോ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി? തോന്നുന്നില്ല. ഇല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രാൻസ്മിഷൻ ചെയ്യണം, ഈ എടുത്ത വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന കമ്പനികളിലെല്ലാം കയറി ഇറങ്ങി ഡോക്യുമെന്റ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സമയം എത്ര പോകും? അപ്പൊ അശ്വിൻ എന്നോട് പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ സോഷ്യൽ മീഡിയയിൽ അശ്വിനോട് സംസാരിക്കുന്ന ആളിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അശ്വിനോട് പറഞ്ഞ ആളാരാ? സമ്മൺ ഈസ് ഹാവിങ് എ 1 lakh സബ്സ്ക്രൈബർ. പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആ പുള്ളിയെ വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ എന്നെ വിളിക്കാം, ജോൺ സി സാറേ ഇന്നതാണ് പ്രശ്നം. ഞാൻ പറയും ഡോണ്ട് വറി, ഇപ്പൊ മാർക്കറ്റ് പൊട്ടി, ഇപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, എല്ലാവരും SIP സ്റ്റോപ്പ് ചെയ്യാണ്, 2 years റിട്ടേൺ ഇല്ല. അപ്പൊ നമ്മളെന്നാ പറഞ്ഞത് ഇപ്പോഴാണ് SIP ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? ഒരു പേഴ്സണൽ കൺസൾട്ടന്റ് അല്ല, പേഴ്സണൽ കൺസൾട്ടന്റ്. കാരണം വെച്ചാൽ ഡോണ്ട് വറി, മാർക്കറ്റ് താഴുമ്പോൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതല്ല, നിങ്ങൾക്ക് എത്ര യൂണിറ്റ്സ് കിട്ടി എന്നുള്ളതാണ്. എന്നോട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, ജോൺ സി മാർക്കറ്റ് ഡൗൺ ആണ്, എന്റെ SIP സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ ഒറ്റ വാക്ക്, സാറേ ഇപ്പൊ SIP സ്റ്റോപ്പ് ചെയ്യുന്ന ലോകമണ്ടൻ അല്ല, അവൻ പൊട്ടനാണ്. പറഞ്ഞതോടുകൂടി പുള്ളി വെച്ചിട്ട് ഇന്നുവരെ പുള്ളി ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരിക്കലും മാർക്കറ്റ് താഴുമ്പോൾ SIP സ്റ്റോപ്പ് ചെയ്യരുത്.